എറണാകുളം മേനക ജംഗ്ഷന് സമീപം നല്ല ചായയും കടിയും വൈകുന്നേരം കിട്ടുന്ന ഒരു കടയുണ്ട്. തലശ്ശേരി കടിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഭവം. ചായയും സൂപ്പർ. ഈ കതർദാരി കാറിൽ നിന്നിറങ്ങി ആ കടയിലേക്ക് പോവുകയാണ്. ഇദ്ദേഹം കാണുന്നവരോടെല്ലാം ചിരി കൊടുക്കുന്നു, ചിലരോട് കുശലം പറയുന്നു. ചായ കുടിക്കാൻ ഇരിക്കുമ്പോൾ തൊട്ടരികിൽ തന്നെ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറെ ഇരുത്തുന്നു. അങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈ വൈകുന്നേരം ചായ കുടിക്കാൻ എത്തിയ ഈ വ്യക്തിയുടെ പേര് മുഹമ്മദ് ഷിയാസ് എന്നാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എറണാകുളം അതിൻ്റെ പ്രസിഡൻ്റാണ് ഇദ്ദേഹം. വർഷങ്ങളായി അദ്ദേഹം പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് വന്നിട്ട് VD സതീശൻ്റെ നോമിനി ആണ് ഈ കക്ഷി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിലെ ഏറ്റവും മിടുക്കനായ DCC പ്രസിഡൻ്റ് എന്നുള്ളതാണ്. KPCCയുടെ പരിപാടികൾ മുഴുവൻ നടപ്പാക്കുന്ന ഒരു DCC ആണ് എറണാകുളം DCC. ശക്തമായ ഒരു കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി. ആ കമ്മിറ്റിയെ നയിക്കുന്ന ഈ മിടുക്കൻ നേതാവിനെ കേരളത്തിലെ ഏറ്റവും നല്ല DCC പ്രസിഡൻ്റായി A+ ട്യൂബ് ചൂണ്ടിക്കാണിക്കുന്നു. ഇദ്ദേഹം 2021 DCC പ്രസിഡൻ്റായി വരുന്നത്, 47 വയസ്സുള്ളപ്പോൾ. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം DCC പ്രസിഡൻ്റ് ആകുന്ന സമയത്തൊക്കെ തന്നെ ഈ 2020യുടെയും V4ൻ്റെയും ഒക്കെ ഒരു വലിയ മുന്നേറ്റം എറണാകുളത്ത് നടക്കുന്ന സമയത്തായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ ശക്തമായ വേരുകളോടുകൂടി തന്നെ എറണാകുളത്ത് നിലനിർത്താനും വിപുലപ്പെടുത്താനും മുഹമ്മദ് ഷിയാസ് മുൻനിരയിലുണ്ടായിരുന്നു. KPCC ഒരു പരിപാടി ഇട്ടാൽ അത് ആദ്യം നടപ്പാക്കുന്ന ജില്ലാ കമ്മിറ്റി എറണാകുളം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആണ്. ഒരു ഉദാഹരണം മാത്രം പറയാം. പൗരത്വ നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആഹ്വാനം ചെയ്തപ്പോൾ അത് ആദ്യമായി അർദ്ധരാത്രിയിൽ തന്നെ നടപ്പാക്കിയത് മുഹമ്മദ് ഷിയാസിൻ്റെ നേതൃത്വത്തിൽ ഉള്ള കോൺഗ്രസിൻ്റെ DCC ഘടകമായിരുന്നു. രാത്രിയാണ് രമേശ് ചെന്നിത്തല വിളിച്ച് ഷിയാസിനോട് ഇങ്ങനൊരു പരിപാടി, ഒരു പ്രതിഷേധ പരിപാടി പൗരത്വ നിയമത്തിനെതിരെ നടപ്പാക്കണമെന്ന് പറഞ്ഞത്. ആ സമയം തന്നെ തൻ്റെ സൗഹൃദങ്ങളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് 100-ൽ പരം കോൺഗ്രസ് പ്രവർത്തകരെ ഈ എറണാകുളം നഗരവീതിയിൽ അണിനിരത്തിക്കൊണ്ട് മുഹമ്മദ് ഷിയാസ് തൻ്റെ സംഘടനാ പാഠവും ശരിക്കും എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇത് മാത്രമല്ല, ലോട്ടറി മാഫിയയ്ക്കെതിരെ, മൂലം പള്ളി കുടിയൊഴിപ്പിക്കലിനെതിരെ, സെൽഫ് ഫൈനാൻസിങ് കോളേജിൻ്റെ ഫീസ് സംബന്ധമായ വിഷയത്തിനെതിരെ ഒക്കെ ശക്തമായി മുന്നിട്ടിറങ്ങാൻ ഈ മിടുമിടുക്കനായ DCC പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു. VD സതീശൻ്റെ കൂടെ തന്നെയാണെന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. ഞാൻ ആ സ്കൂളിൽ നിന്ന് തന്നെയാണ് പഠിച്ചിറങ്ങിയത് എന്ന് VD സതീശനോടുള്ള കൂറ് പരസ്യമായി പറയാൻ ഈ മുഹമ്മദ് ഷിയാസ് എന്ന DCC പ്രസിഡൻറ്റിന് ഒരു മടിയുമില്ല. പക്ഷേ അദ്ദേഹത്തിന് എറണാകുളം ജില്ലയിൽ ഒരു ഗ്രൂപ്പ് പ്രവർത്തനത്തിൻ്റെ നേതൃത്വത്തിനും ഷിയാസ് നിൽക്കില്ല. കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഒന്നാണെന്ന് കരുതുന്ന നല്ല സമീപനമാണ് ഈ വ്യക്തിക്കുള്ളതും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാന്തരം ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഈ മുഹമ്മദ് ഷിയാസ് പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹം ചില്ലറക്കാരനൊന്നുമല്ല. ഈ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ KSUവിൽ തന്നെ ഉണ്ടായിരുന്നു. സംസ്ഥാന ട്രഷററായി, യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയായി, പിന്നീട് ജനറൽ സെക്രട്ടറിയായി, 7 വർഷം DCCയുടെ വൈസ് പ്രസിഡൻ്റായി. തുടർന്നാണ് അദ്ദേഹം DCCയുടെ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് VDയുടെ നോമിനിയായി വന്നത്. ആലുവക്കാരനാണ് ഇദ്ദേഹം. ആലുവയിലുണ്ടെങ്കിലും എറണാകുളം മുഴുവൻ സ്വന്തം പ്രവർത്തന മണ്ഡലമായി തിരഞ്ഞെടുക്കാൻ ഷിയാസ് പ്രത്യേകം ശുഷ്കാന്തി കാണിച്ചിരിക്കുന്നു. എവിടെയും കോൺഗ്രസ് പ്രവർത്തകന് ഒരാവശ്യം വന്നാൽ ഓടിയെത്തുന്ന ഒരു ശൈലി ഈ DCC പ്രസിഡൻറ്റ് സ്വീകരിച്ചിട്ടുണ്ട്. എവിടെയും ഒരു ബ്ലോക്ക് പ്രസിഡൻറ്റിൻ്റെ ഒരു ആവശ്യം വന്നാലും, ബ്ലോക്ക് സമ്മേളനം നടന്നാലും, മണ്ഡലം തലത്തിലുള്ള പരിപാടികൾ നടന്നാലും ഷിയാസ് അവിടെയൊക്കെ ഹാജരുണ്ട്. അദ്ദേഹത്തിന് എത്താൻ കഴിയുന്നിടത്തെല്ലാം ഓടിയെത്തുന്ന ഒരു പ്രവർത്തന ശൈലിയാണ്.
പക്ഷേ ഇതേ തരത്തിലുള്ള ശൈലി കേരളത്തിലെ മുഴുവൻ DCC പ്രസിഡൻറ്റുമാരും ശരിക്കും കാണിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് ഇവിടെ ഒരു വൻ മുന്നേറ്റം തന്നെ നടത്തുമായിരുന്നു. ഈ എറണാകുളം ജില്ലയിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ തൂത്തുവാരുന്നതിന് കഴിഞ്ഞതും ഈ DCCയുടെ ശക്തമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ഷിയാസ് എന്ന് പറയുന്ന ആൾ വെറുതെ കതറുമിട്ട് നേതാവായി നടക്കുന്ന ഒരു റെഡിമെയ്ഡ് ലീഡർഷിപ്പിൻ്റെ ഉടമയൊന്നുമല്ല. അദ്ദേഹം വെയിൽ കൊള്ളാനും വെള്ളം കോരാനും വിറക് വെട്ടാനുമൊക്കെ ഒരു മടിയുമില്ലാത്ത DCC പ്രസിഡൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സമര വീര്യം കാണിക്കേണ്ടിടത്തൊക്കെ തന്നെ ഷിയാസ് അത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും നല്ലൊരു ശതമാനം കേസുകളിലും പ്രതിയുമാണ്. കോടതികളിലൊക്കെ വരാന്തയിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു DCC പ്രസിഡൻ്റാണ്. അണികളെ പറഞ്ഞുവിട്ട് സമരം ചെയ്യിപ്പിക്കുകയല്ല ഷിയാസിൻ്റെ ശൈലി, മുന്നിൽ നിന്ന് അണികളെ നയിക്കുന്ന ശൈലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ കണ്ണിലെ കരടുമാണ് ഈ ഷിയാസ്. പലവട്ടം ഇവിടെയുള്ള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നിന്നെ ശരിപ്പെടുത്തി തരും എന്ന്. അതായത് ഷിയാസിനെ അത്രത്തോളം നോട്ടപ്പുള്ളിയാക്കിയിട്ടുണ്ട് പല പോലീസ് ഉദ്യോഗസ്ഥരും. ഇവിടെ പ്രതിപക്ഷ നിലയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആണെങ്കിൽ കൂടി ഇപ്പോൾ ഭരണപക്ഷത്തുള്ള രാഷ്ട്രീയ സംഘടനകൾക്കൊക്കെ തന്നെ ശരിക്കും ഷിയാസിനെ പേടിയാണ്. മറ്റൊരു തരത്തിലുമല്ല, ഷിയാസിൻ്റെ പ്രവർത്തന ശൈലിയോടുള്ള ഒരു വിരോധമാണ്. കോൺഗ്രസിനെ നിന്നിടത്ത് നിർത്തുകയല്ല ഷിയാസിൻ്റെ ശൈലി, കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോയി അതിനെ കൂടുതൽ ശക്തി ആർജിക്കുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് DCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു വലിയ പ്ലസ് ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് ഷിയാസിൻ്റെ കൂടെയുള്ളൊരു ടീമും അദ്ദേഹത്തിന് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവരാണ്. എല്ലാ ഭാരവാഹികളും ഷിയാസിന് ഇരുപുറമായി നിന്നുകൊണ്ട് ഷിയാസിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും വലിയ വിജയവും. ഇവിടെ ശരിക്കു പറഞ്ഞാൽ KPCC ഭാരവാഹികൾ പലരും എറണാകുളത്തുണ്ട്, MP ഉണ്ട്, MLA മാരുണ്ട്. ഇവരെല്ലാം തന്നെ ഈ DCCയുടെ ഒപ്പം നിൽക്കുന്നവരാണ്. ഇവിടെ ശക്തമായ ഈ ഗ്രൂപ്പിസം ഒന്നും ഇല്ല. ഗ്രൂപ്പിസം ഉണ്ട്, പക്ഷേ അത് തമ്മിൽ തല്ലി പ്രസ്ഥാനത്തിനെ നശിപ്പിക്കുന്ന തരത്തിലാകരുതെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കളാണ്. അതാണ് എറണാകുളം കോൺഗ്രസിൻ്റെ ഒരു വിജയവും. നേതാക്കളെല്ലാം തന്നെ ഈ DCCക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾക്ക് ഒപ്പം ഓടിയെത്തുന്നവരാണ് ഇവിടെയുള്ള MLA മാരും MP മാരും ഈ DCCയുടെ മറ്റു ഭാരവാഹികളും ഒക്കെ തന്നെ. അതുകൊണ്ട് സംസ്ഥാന കോൺഗ്രസ്സിന് ഒരിക്കലും തലവേദന ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുന്ന DCC ആണ് ഈ പറയുന്ന ഷിയാസിൻ്റെ നേതൃത്വത്തിൽ ഉള്ളതും. ഒട്ടേറെ കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി എന്നുള്ളതാണ് ഈ DCCയുടെ ഏറ്റവും വലിയ വിജയം. കഴിഞ്ഞ ഗാന്ധി ദിനത്തോടനുബന്ധിച്ച് ഈ DCC കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാർക്കും മാതൃകയാവുന്ന തരത്തിലുള്ള സെമിനാറുകൾ, പുസ്തക പ്രദർശനങ്ങൾ, ചിത്ര പ്രദർശനങ്ങൾ, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് കാൽനട പ്രചരണ ജാഥകൾ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വിപുലമായൊരു പരിപാടിയാണ് അടുത്ത കാലത്ത് ഈ DCC കാഴ്ചവെച്ചത്. അതൊക്കെ തന്നെ ശ്ലാഘനീയമാണ്. എല്ലാത്തിനും മുമ്പിൽ ഉണ്ട് ഈ DCC. അതുകൊണ്ട് തന്നെ DCCയെ നയിക്കുന്നത് പ്രാപ്തനായ ഒരു നേതാവാണെന്ന് എല്ലാവർക്കും തലകുലുക്കി സമ്മതിക്കേണ്ടി വരുന്നു. അവസാനമായി ഒന്നുകൂടി പറഞ്ഞു നിർത്താം, കേരളത്തിലെ ഏറ്റവും നല്ല DCC പ്രസിഡന്റ് ആര് എന്നൊരു ചോദ്യം വന്നാൽ യാതൊരു സംശയവുമില്ലാതെ ഞങ്ങൾ അടിവരയിട്ട് പറയും, ശ്രീ മുഹമ്മദ് ഷിയാസ് തന്നെയാണ് അതിലേക്ക് ഞങ്ങൾ നിർദ്ദേശിക്കുന്ന പ്രസിഡന്റ് എന്നുള്ളതും.